എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കലാണ്. അപ്പോൾ നമ്മൾ ലേശം ഇഞ്ചി പറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പേ. അപ്പോൾ ആ ഇഞ്ചി നമ്മൾ നടുകയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നടുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ അമ്മയും കൂടിയാണ് വെക്കുന്നത്. അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മയും വെക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്ന പോലെ ഞാനും വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇഞ്ചിയുടെ തടം മാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇഞ്ചിക്ക് തടം മാടുക എന്ന് പറഞ്ഞാൽ ആദ്യം 2 കൈക്കോട്ടിൻ്റെ വീതിയിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കളച്ചിട്ടൊന്ന് മറയ്ക്കണം. എന്നിട്ട് അതിനെ നമുക്ക് കൂട്ടിയിട്ട് കൊടുത്തിട്ടാണെന്ന് വെച്ചാലും വയ്ക്കാം. അതല്ലാതെ പരത്തിയിട്ട് കൂട്ടില്ലേ, അങ്ങനെയും വയ്ക്കാം. ഞാനത് കൂട്ടിയിട്ടാണ് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്കത് മണ്ണ് ഇടേണ്ട സൗകര്യം വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് കുണ്ടിലേക്ക് വയ്ക്കുക, നല്ല കുഴിച്ചിട്ട് നല്ല കുണ്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ ഞാൻ 2 കൈക്കോട്ട് താത്തിയിട്ടുണ്ട്. ആ താത്തേൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ മേലേക്ക് മണ്ണ് കൂട്ടുകയാണ് ചെയ്തിറങ്ങുന്നത്. അപ്പോൾ ഇഞ്ചിക്ക് നന്നായിട്ട് കട ഉണ്ടാവണം. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഈ ഇഞ്ചിയുടെ തല കട്ട് ചെയ്ത് കളയണം. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ അത് അങ്ങനെ ഒരു തോട്ടയെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ഇഞ്ചിയുടെ തലപ്പൊക്കെ അമ്മ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നല്ല കുണ്ടിൽ തന്നെയാണ് കുഴിച്ചിരുന്നത്. എന്താ വെച്ചാൽ അടിയിലേക്ക് ഞാനൊരു കൈക്കോട്ടിൻ്റെ ഒരു 1/2 കൈക്കോട്ട് ഞാൻ താത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് മണ്ണ് പൊതിച്ച് വെച്ചിറങ്ങുന്നത്. അപ്പോൾ നല്ല കട ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇഞ്ചി നട്ടത്. നിങ്ങളെങ്ങനെ ഇഞ്ചി നടുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് രൂപത്തിൽ കൂടെ നമ്മളെന്നെ അറിയിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ലീവിലാണ്. അപ്പോൾ ഓണത്തിൻ്റെ ലീവ് കഴിഞ്ഞു, ഇനി നാളെ മുതൽ പണിക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലീവുള്ളത് മുതലാക്കി ഇഞ്ചി വിത്തൊക്കെ എടുത്ത് പറിച്ച് ഇഞ്ചി നട്ടു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കുറച്ച് സ്ഥലം കാര്യങ്ങളും ഉണ്ട് വെച്ചാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ഇതായിട്ട് കൃഷി സംബന്ധമായിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കുമായിട്ട് നമ്മുടെ ഓണാശംസകൾ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.